വനിതാ പ്രീമിയർ ലീഗ് സീസണ് നാളെ തുടക്കമാകും. ടീമിൽ അടിമുടി അഴിച്ചുപണി നടത്തി കിടിലൻ സംഘമായാണ് ഇത്തവണ UP വാരിയേഴ്സ് രംഗത്തെത്തുന്നത്. UP ടീമിന്റെ ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കാം. അനിൽ വാസുദേവ് തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിലൂടെ. വനിതാ പ്രീമിയർ ലീഗ് 4ാം സീസണിന് മുന്നോടിയായി നടന്ന മെഗാ താരലേലത്തിന് മുമ്പ് ഒരേ ഒരു താരത്തെയാണ് UP വാരിയേഴ്സ് നിലനിർത്തിയത്. ശ്വേത ഷെറാവത്ത് എന്ന യുവ ബാറ്ററെ. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ ദീപ്തി ശർമ്മ, ക്യാപ്റ്റൻ അലീസ ഹീലി ഉൾപ്പെടെയുള്ളവരെ പോലും നിലനിർത്താതിരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ സീസണിലെ അവസാന സ്ഥാനക്കാരെന്ന നാണക്കേടായിരുന്നു. ഇന്ത്യൻ മുൻതാരം അഭിഷേക് നായരെ കോച്ചാക്കി പരിശീലക സംഘത്തിലും മാറ്റം വരുത്തി UP വാരിയേഴ്സ്. വമ്പൻ പഴസുമായി ലേലത്തിനെത്തിയ UP മികച്ച പർച്ചേസുകളുമായി കടലാസിലിപ്പോൾ മികച്ച സംഘമാണ്. കളത്തിലും അത് കാണാനാവുമോ എന്ന് കണ്ടറിയണം. കഴിഞ്ഞ 3 സീസണിലും ഡൽഹി ക്യാപിറ്റൽസിനെ ഫൈനലിലെത്തിച്ച നായിക മെഗ് ലാനിങ്ങിനെ റാഞ്ചിയ UP ക്യാപ്റ്റന്റെ ക്യാപ്പും ഓസ്ട്രേലിയൻ താരത്തിന് നൽകിയിട്ടുണ്ട്. ക്യാപ്റ്റന് കൂട്ടായി ഓസ്ട്രേലിയയുടെ തന്നെ ഫോബി ലിച്ച്ഫീൽഡ്, ഇന്ത്യൻ താരങ്ങളായ ഹർലിൻ ഡിയോൾ, കിരൺ നവ്ഗിരെ, ഡിയാൻഡ്ര ഡോട്ടിൻ എന്നിവർ കൂടി ചേരുമ്പോൾ ലീഗിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് യൂണിറ്റുകളിലൊന്നായി UP മാറുന്നു. കഴിഞ്ഞ സീസണിൽ ടീമിനെ നയിച്ച ദീപ്തി ശർമ്മയെ നിലനിർത്തിയില്ലെങ്കിൽ പോലും ലേലത്തിലൂടെ വമ്പൻ തുകയ്ക്ക് തിരിച്ചുപിടിച്ചു UP. 3.2 കോടി രൂപയ്ക്കാണ് അന്താരാഷ്ട്ര 2020-ൽ ഏറ്റവും കൂടുതൽ വിക്കറ്റെടുത്ത താരമായ ദീപ്തിയെ കൂടാരത്തിൽ തിരികെ എത്തിച്ച്. കഴിഞ്ഞ സീസണുകളിൽ ടീമിന്റെ ആശ്വാസമായി മാറിയ ഇംഗ്ലണ്ടിന്റെ സോഫി എക്കിൾസ്റ്റോണിനെയും തിരികെ പിടിച്ചു. മലയാളി താരം ആശാ ശോഭനയെ കൂടി റാഞ്ചിയതോടെ ലീഗിൽ ഏറ്റവും മികച്ച സ്പിൻ ത്രയം UPയുടേതാണ്. ഇന്ത്യൻ താരങ്ങളായ ശിഖ പാണ്ഡെയും ക്രാന്തി ഗൗഡുമാണ് UPയുടെ പേസ് നിരയിലെ കരുത്ത്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ നോക്കുമ്പോൾ പേസ് നിര അത്ര പോരെന്ന് പറയേണ്ടി വരും. നല്ലൊരു വിക്കറ്റ് കീപ്പർ ഇല്ലാത്തതും പോരായ്മയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.